ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുണ്ടറ എന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിൽ കുണ്ടറ പ്രോപ്പർ കുണ്ടറയല്ല, കുണ്ടറയ്ക്ക് അടുത്തായിട്ട് കുറച്ചും കൂടെ ഉള്ളിലായിട്ട് ചുറ്റുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഷ്ടമുടിക്കായലാണ് ഈ കാണുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ്, അതിൻ്റെ ഒരു സൈഡാണ് ഈ ചുറ്റുമല ഭാഗം. അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദാണ്ടെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ദാണ്ട് ഇവിടെ ഉണ്ട്. അവർ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ചുറ്റുമല അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വന്ന് അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നത്. അപ്പോൾ ഈ കായൽ കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗം ആയിട്ടുള്ളതാണ്. നല്ല ഇങ്ങനെ പരന്ന് കിടക്കുന്ന വെള്ളം, ചുറ്റിനും തെങ്ങും ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡാണിത്. ഇത് ഏകദേശം ആ കുണ്ടറ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുറേ ഉള്ളിലോട്ട് വരണം. ഇത് കണ്ട നല്ല കാറ്റുണ്ട്. ആ കാറ്റിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓളം തള്ളി ഇങ്ങനെ നിൽക്കുന്നു. നല്ല നല്ല രസമുണ്ട്. നല്ല കാറ്റിൻ്റെ ഇതിൽ വെള്ളം ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ചുറ്റുമല ഭാഗത്തു നിന്നുള്ള കായൽ കാഴ്ച, അഷ്ടമുടിക്കായലിൻ്റെ കാഴ്ച. ചെറിയ കണ്ടൽക്കാട് പോലെയുള്ള ചെടികളൊക്കെ കരയിലുണ്ട് രണ്ട് സൈഡിലും. അതുകൊണ്ട് ഇവിടെ അതിനകത്ത് കിടക്കുന്ന കല്ലുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. വലിയ ഈ സൈഡിലൊക്കെ ഒത്തിരി ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ അവിടെയൊക്കെ ഒത്തിരി ആഴം ഇല്ലാത്തത് പോലെയായിരുന്നു. ഇവിടെയൊക്കെ നല്ല ആഴമായിരിക്കും. അതായത് ഈ സൈഡ് ചേർന്ന് നല്ല സ്ഥലം പോലെ. അങ്ങക്കര സൈഡിൽ നിന്ന് പറയുമ്പോൾ അത് ആ കുണ്ടറ ഭാഗമാണ്. കുണ്ടറ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ നല്ല തെങ്ങും തോപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കായൽ തീരമാണ്. ഇവിടുന്ന് ചെറിയ ഒരു കാട് പോലെയൊക്കെയാണ്. മുകളിലോട്ട് ഇങ്ങനെ തെങ്ങും തോപ്പുകൾ ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുക. സൈഡിൽ കൂടെയൊക്കെ ഈ റോഡ്, അത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നിറങ്ങുന്നത്. കായലിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ റോഡ് ഇങ്ങനെ നമുക്ക് കുറേ ദൂരം ഇങ്ങനെ പോകാൻ പറ്റും. സൈഡിൽ കൂടെ അങ്ങ് ആ ദൂരെ കാണുന്ന ഭാഗത്തുകൂടെ അത് അങ്ങ് അഷ്ടമുടിക്കായലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ആ ഭാഗം. ഈ ഭാഗം എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഈ കുമ്പളം ഭാഗമാണ്. അതായത് കുമ്പളം ഭാഗമൊക്കെയാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ആ ഭാഗത്തോട്ട് കായൽ എൻ്റെ ഭാഗമാണ്, തീരമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡ് കുമ്പള ഭാഗമാണ്, കുമ്പളം. അതുകൊണ്ടോ ഒരു ഒരു കിളി ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. അങ്ങോട്ട് അഷ്ടമുടിക്കായലിൻ്റെ ഉൾഭാഗമാണ്, അങ്ങോട്ട് കൊല്ലം സൈഡ്, കുണ്ടറ സൈഡൊക്കെ. ഈ ഭാഗത്ത് ആ കുമ്പളം ഭാഗം ഈ സൈഡ്, അവിടെ നിന്ന് ഇങ്ങനെ അക്കരയിലോട്ട്, അവിടെ നിന്നാണ് ആ കറക്റ്റ് കുണ്ടറ ഭാഗമൊക്കെ അതിൻ്റെ അക്കര സൈഡാണ്. ഈ ഭാഗത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ അതുകൊണ്ട് അവിടെ ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് മൺറോത്തുരുത്ത് ഭാഗം, ആ ലെഫ്റ്റ് സൈഡ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു മാവ്, അത് പൂത്ത് അതിനകത്ത് കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാണ് ആ സൈഡിലോട്ട്, ആ കായലിൻ്റെ തീരത്തൂടെ വരുന്ന ആ റോഡ് ഇങ്ങനെ വളഞ്ഞ്. നേരത്തെ നമ്മൾ അവിടെയായിരുന്നു നിന്നത്, ആ ഭാഗത്തായിരുന്നു ആദ്യം നിന്നത് നമ്മൾ. അപ്പോൾ അവിടെ നിന്നിങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഒത്തിരി നല്ല താമസമൊക്കെ ഉള്ള ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഭാഗമാണ്. ഈ മാവ് നല്ല രസമുണ്ട്. അതിനകത്ത് നല്ല പൊക്കം കുറഞ്ഞ് മാങ്ങയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. എല്ലാം പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇങ്ങനെ തെങ്ങുകളും കായലുമൊക്കെ. എൻ്റെ സൈഡിലുള്ളൊരു വീടാണ്. ഈ വീട്ടിൽ കയറാനായിട്ടൊരു പ്രത്യേകത ഉണ്ട്. അതോട്ട് കയറാൻ കാണിച്ചു തരാം. വീടിൻ്റെ മുറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയാക്കിയിട്ടേക്കുന്ന നല്ല ചെടികളും കുഞ്ഞുമരങ്ങളൊക്കെ ഉണ്ട്. ഒരു മാവ് നിൽപ്പുണ്ട്. അവിടെ ചെടികളൊക്കെ ഇട്ട് സെറ്റ്. അവിടെ ഒരാളിരുന്ന് എന്തോ ജോലിയിലാണ്. അതുകൊണ്ട് ഇവിടെ താമരയാണ് നിൽക്കുന്നത് കേട്ടോ. ആണ്ടേ ഇത് താമര. പിന്നെ ഒരു വില്ലൻ കൂട്ടിനകത്ത് കിടപ്പുണ്ട്, ഒരു നെക്സോൺ. ഈ വീട്ടിലുള്ള ഒരു ചേച്ചി, അംബിക, ആ ചേച്ചിയുടെ വീട്ടിൽ അവരെയൊന്നും കാണിക്കുന്നില്ല.
വീട്ടിലോട്ട് കയറാൻ എഴുതേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്തുവാ? അവർ ഇവിടെ ഈ കുന്നിക്കുരു ആണ്ട് ഈ സൈഡിലൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. അവർ അത് പറിച്ചുകൊണ്ട് വന്ന് എല്ലാം എടുത്ത് പേപ്പറിനകത്തിട്ട് അടിപൊളി. നല്ലൊരു ചെയറൊക്കെ കിടപ്പുണ്ട്, കൊള്ളാം. ഇതാണ് സംഭവം. അംബിക ചേച്ചിയുടെ കലാവിരുതാണ്, അതായത് ഹാൻഡ് മെയ്ഡ് നെറ്റിപ്പട്ടമാണ്. ചേച്ചി അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ച് അടിപൊളിയായിട്ട് നെറ്റിപ്പട്ടം ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിവിടെ കണ്ടപ്പോഴത്തേന് വെറുതെ ഇവിടെ കായലും വന്നത്. അപ്പോൾ ഈ ചേച്ചി പരിചയപ്പെട്ട് ഇവിടോട്ട് വന്ന്, അപ്പം ഇവരുടെ ഈ ഇരിക്കുന്ന പിള്ളേരുടെ കൂടെയാണ് ഇതിനിവിടെ വന്നത്. അപ്പം അവരുടെ ബന്ധുവീടാണിത്. അപ്പോൾ ആ ചേച്ചിന്ന് ഉണ്ടാക്കിയ നെറ്റിപ്പട്ടങ്ങളാണ് ഈ കിടക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ ഇതും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നാണ്. അതായത് ഹാൻഡ് മെയ്ഡ്, ചേച്ചി കയ്യിൽ അത്രയും മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചിട്ട് കൈകൊണ്ട് ചെയ്തെടുത്ത വർക്കാണ് ഈ കിടക്കുന്നത്. അടിപൊളിയല്ലേ? ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.